ബന്ധുക്കൾക്ക് നിങ്ങളെ സംശയത്തിന് നിലനിർത്താനേ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചിടത്തോളം അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവൻ വിളിച്ചു പറഞ്ഞെന്ന് ഇതേപോലെ ഞാൻ കൊണ്ടുവന്ന ആളെ കൊല്ലത്ത് കൊണ്ടുവന്ന് തള്ളിക്കളഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നാണ് പറഞ്ഞത്. സ്വപ്നേഷ് പറയുന്നത് എന്താണ്, അവിടെ വാടാളി അന്ന് അവിടെ നല്ല ചരക്കുകളുണ്ട്, അപ്പോഴ് അവിടെ വെച്ചെന്തോ സംഭവിച്ചെന്നാണ് ഞങ്ങളെ നിഗമനം. അങ്ങനെയുള്ളതിനെ കൊണ്ടുപോയി ഈ ചതി ചെയ്തപ്പം ഞങ്ങൾക്ക് ആ കൊച്ചിനെ തിരിച്ചു ഏൽപ്പിക്കണം. സ്വപ്നേഷിന് 2 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ സ്വപ്നേഷ് എല്ലാ കാര്യവും പറയും. സ്വപ്നേഷ് എന്ന് പറയുന്നവൻ മദ്യപിച്ചാൽ വെറും അവൻ അടിയും വഴക്കും ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലുള്ളവനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കുളത്തൂപ്പുഴ ചെറുകര കാണിക്കുടി പ്രദേശത്താണ്. ഒരു യുവാവ് ജോലി തേടി ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടും യുവാവിനെ കുറിച്ച് വിവരമില്ല. ഈ ഭുവനചന്ദ്രൻ ജോലിക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകുന്നു. അത് കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 3-ാം തീയതി. പിന്നെ ഭുവനചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെയാണ് അറിഞ്ഞത്? ലാല സ്വപ്നേഷ് എന്ന് പറയുന്ന ആൾ കണ്ണൂർ ചെന്ന ശേഷം വിളിച്ച് പറഞ്ഞ ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇതുപോലെ മിസ്സിംഗ് ആണെന്നുള്ളത്. കണ്ണൂർ എന്തിനാണ് പോയതെന്ന് അറിയാം. റബ്ബർ ടാപ്പിങ്ങിനായിട്ടാണ് കൊണ്ടുപോയത്. അത് വീട്ടിൽ പറഞ്ഞിട്ടാണോ പോയത്? വീട്ടിൽ പറഞ്ഞിട്ടല്ല കൊണ്ടുപോയത്. ആര് പറഞ്ഞിട്ടില്ല? ഭർത്താവ് പറഞ്ഞിട്ടില്ല? ഭർത്താവും പറഞ്ഞിട്ടില്ല, കൊണ്ടുപോയ ആളും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അന്ന് രാവിലെ ഈ ഭുവനചന്ദ്രൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഷീജ ഇവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 3 പേരും ഇവിടെ ഉണ്ടായിരുന്നു. 3 പേരെന്ന് പറയുമ്പോൾ 3 പേരെന്നല്ല, 4 പേരും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഭർത്താവിന്റെ കുഞ്ഞമ്മത്തള്ളയും ഞങ്ങളുടെ കൂടാണ്. അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിക്ക് പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല? ജോലിക്ക് പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. പോയതിനു ശേഷം പിന്നെ എന്താണ്, എപ്പോഴാണ് ഇങ്ങനെ ഉള്ള വിവരങ്ങളൊക്കെ അറിയുന്നത്? ഇതേപോലെ ഞാൻ അമ്മാവിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് അവരെ കുടുംബ വീട്ടിൽ വരുമ്പോൾ അവരെ മൂത്ത അമ്മാവി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഇതേപോലെ സ്വപ്നേഷിൻ്റെ കൂടെ കണ്ണൂർ റബ്ബർ ടാപ്പിങ്ങിനായിട്ട് കൊണ്ടുപോയെന്നാണ് ഞാൻ അറിഞ്ഞത്. പിറ്റേന്ന് വൈകുന്നേരം ഇതേപോലെ ഞാൻ അവിടെ നിന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോൾ തിങ്കളാഴ്ച വൈകിട്ട് വരുമ്പോൾ ഇതേപോലെ അവരെ അമ്മാവി തള്ള പറഞ്ഞ് ഇതുപോലെ ഭുവനചന്ദ്രനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മിസ്സായെന്ന് സ്വപ്നേഷ് വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് അവരും അറിഞ്ഞത്. അതായത് തിങ്കളാഴ്ച 9 മണിക്കാണ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നത്. ഞായറാഴ്ച ഇവിടുന്ന് പോകുന്നു. ഞായറാഴ്ച നിങ്ങൾ തിരക്കിയില്ല? ഞായറാഴ്ച ഇവിടെ വന്നപ്പോൾ നമ്മൾ ടാപ്പിങ്ങിന് പോയത് കൊണ്ട് നമ്മളെ വിളിച്ചില്ല. നമ്മളെ വിളിച്ച ശേഷം വെല്ലുണ്ട്, പിന്നീട് എടുക്കുന്നില്ല. ബന്ധുക്കളെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചായിരുന്നു അന്നത്തെ ദിവസം? അന്നത്തെ ദിവസം എൻ്റെ ആങ്ങളേനെ വിളിച്ച്, ആങ്ങളെ അവിടെ ഇല്ലായിരുന്നു. ഇതേപോലെ മൊബൈൽ ചാർജിന് വെച്ചേക്കുമായിരുന്നു. അവർ ഇവിടെ ഒരു കാവില് ഇതുണ്ടായിരുന്നു, പൂജ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെന്ന് തിരിച്ച് ഈ മിസ് കോൾ കണ്ട് തിരിച്ച് വിളിച്ച ശേഷം ബെല്ല് മാത്രമേ ഉള്ളൂ, ആളെടുക്കുന്നില്ല. അന്ന് മുതൽ ഇന്നേ വരെയും മൊബൈൽ സ്വിച്ച് ഓഫും ആണ്. ഈ സ്വപ്നേഷിനോട് നിങ്ങൾ വിവരം തിരക്കിയിരുന്നോ നേരിട്ട്? ഇല്ല. അതെന്താ തിരക്കാത്തത്? ഭർത്താവിനെ വിളിച്ചോണ്ട് പോയതല്ല, ഒന്ന് ചോദിച്ച് എന്താണ് സംഭവിച്ചതെന്ന്. കണ്ണൂരിൽ നിന്ന് വന്ന ശേഷം ഞാൻ കണ്ടില്ല അവനെ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കാനോ, അല്ലെങ്കിൽ ആ പുള്ളി സാറിന് ഇവിടെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. സ്വപ്നേഷ് ആരുമായിട്ടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ എങ്ങനെയാണ് ഇത് പോയെന്നെങ്കിൽ സ്വപ്നേഷിന്റെ കൂട്ടുകാരുടെ എങ്ങനെ പറഞ്ഞതായിട്ട് അറിവുണ്ടോ? അവൻ കണ്ണൂരിൽ ചെന്നിട്ട് അവൻ്റെ ചേട്ടൻ അവിടെ കണ്ണൂരിൽ നിൽപ്പുണ്ട്. അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് അവൻ വിളിച്ച് പറഞ്ഞെന്ന് ഇതേപോലെ ഞാൻ കൊണ്ടുവന്ന ആളെ കൊല്ലത്ത് കൊണ്ടുവന്ന് തള്ളിക്കളഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നാണ് പറഞ്ഞത്. പട്ടികവർഗക്കാരനായ ഒരു തൊഴിലാളിയെ കാണാതായിട്ട് 13 ദിവസം കഴിയുകയാണ്. പൊതുപ്രവർത്തകയായ സുമയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് അറിയാവുന്നത്? ഭുവനചന്ദ്രൻ ഇവിടെ നിന്ന് കാണാതായിട്ട് 13 ദിവസമായിട്ടുണ്ട്. ഭുവനചന്ദ്രൻ്റെ എൻ്റെ കൂടെ ജോലി ചെയ്ത ആളാണ് തൊഴിലുറപ്പിൽ. ഞാൻ ഭുവനചന്ദ്രൻ്റെ മേറ്റാണ്. ആൾ നല്ല ഒരാളാണ്. ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഭുവനചന്ദ്രനെ കുറിച്ചുള്ളത്. പക്ഷേ ജോലിക്കൊന്നും പറഞ്ഞ് പോയതാണ്. എല്ലാവരും പറയുന്നത് പോലെ എനിക്കും അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭുവനചന്ദ്രൻ്റെ ഫാമിലി, അതായത് ഭാര്യയും കൊച്ചുകുട്ടികളാണുള്ളത്. ഭുവനചന്ദ്രന് 16 വയസ്സായ മോളും 13 വയസ്സായ 2 ആൺപിള്ളേരുമാണുള്ളത്. വേറെ വരുമാന മാർഗമില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇവർക്ക് വേറെ ഒരു മാർഗവുമില്ല. കാരണം കാശ് മുടക്കി പുള്ളിയെ അന്വേഷിക്കാനുള്ള ഒരു വരുമാന മാർഗം ഇവരുടെ കയ്യിലില്ല. അപ്പം ഭുവനചന്ദ്രന് എത്രയും പെട്ടെന്ന്, കാരണം ഈ കുടുംബത്തിൻ്റെ അത്താണിയായ ഭുവനചന്ദ്രന് എത്രയും പെട്ടെന്ന് ഇവർക്ക് തിരികെ കിട്ടാനുള്ള അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക്. സ്വപ്നേഷിൻ്റെ ചേട്ടൻ എൻ്റെ മോൻ്റെ കൂടെ ജോലിക്കുണ്ട്. അപ്പം ഈ ചേട്ടൻ്റെ അടുത്ത് ഈ സ്വപ്നേഷ് വിളിച്ച് പറയുന്നതാണ് എൻ്റെ മോൻ കേട്ടിട്ടുടനെ പറഞ്ഞമ്മ, എഴുത്തും വായന അറിഞ്ഞൂടാത്ത ഭുവനേന്ദ്രനെ അണ്ണനെ എവിടെയോ അവൻ കൊണ്ട് കളഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അമ്മ ചെറുകര എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം തിങ്കളാഴ്ച രാത്രി 9 മണി ആയതുകൊണ്ട്
ഞാൻ പറഞ്ഞ മക്കളെ എന്തെങ്കിലും നേരം വെളുക്കട്ടെ അന്വേഷിച്ച് പറയാം. പിറ്റേന്ന് 5-ാം തീയതി രാവിലെ ഞാൻ ഇവിടെ അന്വേഷിക്കാൻ വരാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു 6 മണിയായപ്പം ഈ പൂനേന്ദ്രൻ്റെ ഭാര്യയും മോളും കൂടെ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് ഇതേപോലെ അവരും തിങ്കളാഴ്ച ഒരു 5 മണിയോടുകൂടെയാണ് അവരും അറിയുന്നതെന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഊരുമൂപ്പത്തിയാണ് ആദ്യം അറിയിക്കേണ്ടത്. പക്ഷെ അവർ അറിഞ്ഞ ഉടനെ അവർ എൻ്റെ അടുത്ത് വന്നവർ രാവിലെ 5-ാം തീയതി 6 മണിയായപ്പം അവരെൻ്റെ വീട്ടിൽ വന്ന് വിവരങ്ങൾ പറയുകയും ഞാൻ ഉടനെ തന്നെ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റേഷനിൽ അപ്പോഴേ പരാതി കൊടുക്കാം. ഒരു ദിവസം ഒരു പകൽ ഒരു രാത്രിയും കഴിഞ്ഞു ആ സംഭവത്തിന് ശേഷം. അങ്ങനെ ഞങ്ങൾ അവളെയും കൂട്ടി തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്ത് എൻ്റെ പിന്നെ എല്ലാം തയ്യാറാക്കുന്നെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഇവനാണെങ്കിൽ സ്വപ്നേഷ് എന്ന് പറയുന്നവൻ മദ്യപിച്ചാൽ വെറും പിന്നെ അവൻ അടിയും വഴക്കും ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലുള്ളവനാണ്. അവൻ്റെ പരാതിയും ഞാൻ വായിച്ചു. പക്ഷേ അത് ശരിയാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നല്ലൊരു തിരച്ചിൽ തന്നെ ഇവന് വേണ്ടിയിട്ട് ചെയ്യണം. ഇന്ന് 12ാമത്തെ ദിവസമായിട്ടും ഒരു രേഖയും ഇന്ന് വരെയും പൂനേന്ദ്രൻ്റെത് അറിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ തിരച്ചിൽ നടക്കുന്നു എന്ന് പറയുന്നെങ്കിലും അത് ഈ ആദിവാസി കോളനിയിൽ ഇത് 2ാമത്തെ മിസ്സിംഗ് ആണ്. പക്ഷേ ഞങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ളൊരു തിരച്ചിൽ ആണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. ഈ സംഭവത്തിൽ എന്താണ് തോന്നുന്നത്? ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് തീരുമാനം എടുക്കുന്നു, അവർ മദ്യപിക്കുന്നു, ഇവിടെ ജോലിക്കായിട്ട് നിർബന്ധിച്ച് പിന്നെ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. പിന്നെ ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇതുപോലെ പിന്നെ ഒരുമിച്ച് ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ, എന്നിട്ടും സ്വപ്നേഷ് പറയുന്നത് എന്താണ്, എടാ വാടാളി അവിടെ നല്ല ചരക്കുകളുണ്ട്. അന്നേരം പൂനേന്ദ്രൻ പറഞ്ഞു ഞാൻ ചരക്കിനല്ല വരണത്, എനിക്ക് 10 പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. പക്ഷെ ഇവർ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ എന്തോ ബാക്കി തർക്കം ആയി അവിടെ എന്തോ സംഭവിച്ചെന്നാണ് ഞങ്ങളെ നിഗമനം. ഉണ്ട്, ചെറിയ കാലിന് ചെറിയൊരു ഇതുണ്ട്. അപ്പോഴ് അവിടെ വെച്ചെന്തോ സംഭവിച്ചെന്നാണ് ഞങ്ങളെ നിഗമനം. സ്വപ്നേഷിന് കാര്യങ്ങളെല്ലാം അറിയാം. സ്വപ്നേഷ് ഇതൊന്നും വെളിക്ക് പൊട്ടിക്കുന്നില്ല. സ്വപ്നേഷിന് 2 കൊടുത്തു കഴിഞ്ഞാൽ സ്വപ്നേഷ് എല്ലാ കാര്യവും പറയും. ഇതുപോലെ സനു എന്ന് പറഞ്ഞ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു പയ്യനെ ഇതുപോലെ 2 പ്രാവശ്യം ഒരിക്കൽ കർണാടകയിൽ കൊണ്ടുപോയി, 2 പ്രാവശ്യം കർണാടകയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അടിച്ച് അതിനുശേഷം ട്രെയിനിൽ കയറാൻ നേരത്തെ അടിച്ചെന്ന് പറയുന്നത്. ഞങ്ങളെ കുട്ടി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അതിന് എഴുതാനും വായിക്കാനും ഒന്നിനും അറിഞ്ഞൂടാത്തൊരു കൊച്ച്. അങ്ങനെയുള്ളതിനെ കൊണ്ടുപോയി ഈ ചതി ചെയ്തപ്പം ഞങ്ങൾക്ക് ആ കൊച്ചിനെ തിരിച്ചു ഏൽപ്പിക്കണം. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ബന്ധുക്കൾക്ക് നിങ്ങളെ സംശയത്തിന് നിലനിർത്താനേ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചിടത്തോളം അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് 13 ദിവസം അതിൻ്റെ 2 ആഴ്ചയോളം ആയിരിക്കുന്നു. കൂടെ രാവിലെ വിളിച്ചിറക്കുന്നു, നിങ്ങൾ ജോലിക്കെന്നും പറയുന്നു പോകുന്നു. ഞാനും അമിതമായ വിഷമത്തിലാണ്. കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവൻ വീട്ടിൽ പറയാതെ വരുന്നതും. എൻ്റെ അടുത്ത് പണി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു വാ പണിക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പണിക്ക് ഞാൻ വിളിച്ചുകൊണ്ട് പോയത് സത്യം തന്നെയാണ്. വിളിച്ചുകൊണ്ട് പോയി റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് പിടിച്ചകത്തോട്ട് കൊണ്ടുപോയി തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ആൾ മിസ്സായപ്പോഴത്തേക്ക് ഞാനും വളരെയധികം വിഷമിച്ചു പോയി. കാര്യം ആ സമയത്ത് മാവേലി എക്സ്പ്രസ് വരാൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ കരുതി ഇവൻ തിരിച്ച് എൻ്റെ കൂടെ വരാൻ മടിച്ച് നാട്ടിലോട്ട് പോയി കാണുമെന്നുള്ള ധാരണയിൽ ഞാൻ കണ്ണൂരിലോട്ട് കയറിപ്പോയതാണ്. കൂടെ വന്നിട്ട് മിസ്സാവുന്ന എൻ്റെ ഒരു ബലമായ സംശയം, എന്നെ പോലീസ് പിടിച്ചകത്ത് കയറ്റുകയും പുള്ളി എന്നെ വല്ല അറസ്റ്റ് വല്ലതും ചെയ്യാനാണോ എന്നും പറഞ്ഞ് പുള്ളിക്ക് ഭയന്ന് ഇനി വല്ലതും പുള്ളി മാറി പുറത്തോട്ട് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോയതാണോ എന്നും അറിയാൻ വയ്യ. ഞാൻ ഇവിടെ വരികയും പിറ്റേന്ന് എന്നെ സ്റ്റേഷനിൽ വിളിക്കുകയും ഞാൻ ഈ നടന്ന വിവരങ്ങളെല്ലാം ഞാൻ സ്റ്റേഷനെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെയോ മിസ്സായി. എൻ്റെ ഒരു ബലമായ സംശയം, എന്നെ സ്റ്റേഷൻ്റെ അകത്തോട്ട് പിടിച്ചു കൊണ്ടുപോയപ്പം പുള്ളി ഭയന്ന് കാണും എന്നുള്ളൊരു ധാരണയാണ് എൻ്റെ പറയുന്നത്. കാര്യം പുള്ളിക്ക് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. കാര്യം പുള്ളി പെട്ടെന്ന് വിചാരിച്ച് കാണും എന്നെയും കൂടി ഇനി പിടിച്ചകത്ത് കയറ്റുമോ എന്നുള്ളൊരു ഭയപ്പാടിൽ ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ച് വീട്ടിൽ വരേണ്ടതല്ലേ. ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. അവൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ അവൻ്റെ നമ്പർ പോലും പറഞ്ഞു തരാൻ അറിയത്തില്ല. അങ്ങനെ ഞാൻ അവൻ്റെ മാമിയെ വിവരം അറിയിക്കുകയും ഞാൻ വിളിച്ച കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും, എല്ലാം അടുത്ത് ചെയ്തു.